അരുണ, ഹരി ദൈവവിശ്വാസിയാണ്. അവൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. അവൻ നടന്നുപോയ രീതി നീ കണ്ടില്ലേ? ദൈവം അവൻ്റെ ഉള്ളിലുണ്ട്. അതാ അവനും ഞാനും തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് ദൈവവിശ്വാസം ഇല്ല. നീതിക്കും നിരാശയ്ക്കും ഉടക്കി എന്നെപ്പോലുള്ളവർക്ക് മറ്റൊന്നും കാണാനാവില്ല. പക്ഷേ ഹരിക്ക് നീതിക്കകത്തും നിരാശ കണ്ടെത്താനാകും. അതെ, അവൻ്റെ മനസ്സലിവുള്ളതാ. പക്ഷേ ഇന്നവൻ അയാളെ കൊല്ലും. അതാണ് പ്രധാന കാര്യം. അരുണ, നീ എന്താ ഒന്നും പറയാത്തെ? നിനക്ക് അവനോട് സ്നേഹമായിരുന്നു. സ്നേഹം അതിനൊക്കെ കുറച്ച് സമയം ആവശ്യമില്ലേ? പ്രസ്ഥാനത്തിന് വേണ്ടി തന്നെ ഞങ്ങൾക്ക് സമയം തന്നില്ല. അതെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത്രയധികം. പിന്നെ നമുക്കെല്ലാം ഒന്നാവാം. നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മറ്റുള്ളവരുണ്ടാവും. അതിലൊരു വ്യത്യാസമില്ല. സ്റ്റീഫൻ, ഈ വാക്കൊന്ന് പറയാമോ? എന്താ? വെറുപ്പ്. പറയൂ. വെറുപ്പ്? ശരിയാ, ഇത് ശരിക്ക് പറയാൻ ഹരിക്ക് ഒരിക്കലും സാധിച്ചിരുന്നില്ല. ഓഹോ, അപ്പൊ നീയും എന്നെ വെറുക്കാണല്ലേ? നിങ്ങളെല്ലാവരും ഒരുപോലെ ഈ സ്നേഹത്തിന്റെ പ്രേമത്തിന്റെ പേര് പറഞ്ഞെന്നെ. എനിക്കതിനാ നിന്റെയൊക്കെ സ്നേഹം. 3 വർഷം മുമ്പ് ജയിലിൽ വെച്ച് ഞാനത് മനസ്സിലാക്കി. ഈ 3 വർഷം ഞാനത് എൻ്റെ മനസ്സിൽ കൊണ്ടാണ് നടന്നത്. പക്ഷെ ഞാൻ അവനെ പോലെ കുരിച്ചു കൊണ്ടു നടക്കുന്ന പോലെ ബോംബ് കൊണ്ടു നടക്കണോ? എനിക്ക് വയ്യ. അത്രയധികം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ സ്നേഹത്തിന്റെ അടയാളങ്ങളാ കണ്ടോ? ഇനി പറ, ഇപ്പോഴും നീ എന്നെ വെറുക്കുന്നുണ്ടോ? എന്നോട് ക്ഷമിക്കണം കുട്ടി. നീതിക്ക് നിരാശയ്ക്ക് മുടക്കി എന്നെ പോലുള്ളവർക്ക് ഹരിയാണ് ബോംബ് എറിഞ്ഞത്. നമ്മൾ വിജയിച്ചു. നമ്മുടെ വിപ്ലവം വിജയിച്ചു. നമ്മളാണ് അവനെ കൊന്നത്. ഞാനാണ് അവനെ കൊന്നത്. ഇതിനകത്തുള്ള ഓരോ സീക്വൻസും ശരിക്കും ഒരു ചെറിയ ആർക്കാണത്, ആ കഥാപാത്രങ്ങളുടെ മാറ്റത്തിൻ്റെ. ഇതിൽ 5 പേരടങ്ങുന്നൊരു തീവ്രവാദി സംഘം അവരൊരു ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലാനായി പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ആ ശ്രമം ഹരിയെ ഏൽപ്പിക്കുകയും ഹരി അത് നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്നു. കാരണം ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൂടെ 2 കുട്ടികളുണ്ടായിരുന്നുകൊണ്ട് അയാളുടെ മനസ്സ് പതറിപ്പോകുന്നു. അപ്പോൾ ഈ സ്വന്തം ആദർശത്തിന് വേണ്ടി കൊല്ലാൻ തീരുമാനിച്ച ഒരു വ്യക്തിക്ക്, പ്രസ്ഥാനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാൾക്ക് അങ്ങനെ പാടില്ല എന്ന് അവകാശപ്പെടുന്ന, വാദിക്കുന്ന ഒരു തീവ്ര വിപ്ലവകാരിയാണ് സ്റ്റീഫൻ എന്നുള്ള റോള്. അപ്പോൾ ഈ ഒരു വിപ്ലവത്തിനകത്തുള്ള നന്മതിന്മകളെ അന്വേഷിക്കുന്ന ഒരു കഥയാണത്. അപ്പോൾ അതിൽ പെട്ടുപോകുന്ന ചില പ്രേമബന്ധങ്ങൾ, ചില ഏട്ടനും അനിയത്തിയും എന്നുള്ള ബന്ധങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളതാണ് അതിൻ്റെ കഥയുടെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇതൊരു എക്സ്ട്രീം ക്യാരക്ടറാണ്. ആ എക്സ്ട്രീമിറ്റി എന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞില്ലേ, എനിക്ക് നീതിക്കകത്തും, നീതിയുള്ളൊരു സ്റ്റേറ്റിനകത്തും അരുണയെപ്പോലെ ഒരു മനസ്സിന് അതിനകത്തും സാഡ്നെസ് കണ്ടെത്താൻ പറ്റും. അത് വളരെ എക്സിസ്റ്റൻഷ്യലായിട്ടൊരു പോയിൻ്റാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ടേക്സ് ടൈം. അങ്ങനെയുള്ളൊരാൾക്കും നീതിയും അനീതിയും മാത്രം ആയിട്ട് ലോകത്തെ കാണുന്ന, ശരി തെറ്റായിട്ട് മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ലോകത്തെ കാണുന്ന സ്റ്റീഫനും, ഇങ്ങനെ 2 വ്യക്തികളാണ് ഇതിനകത്ത്. അപ്പോൾ അതിൻ്റെ ആ എക്സ്ട്രീമിറ്റി ശരിക്ക് തിയേറ്ററിക്കൽ പ്രസൻറ്റേഷനിൽ കുറച്ചുകൂടി വരണമായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം ഒരു ബോംബ് എറിയാൻ വേണ്ടി ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യണം. പുറത്തൊരു ബോംബിൻ്റെ സ്ഫോടനം ഇപ്പോൾ കേൾക്കുന്നത്. അതിനിടയിലാണ് ഒരുപാട് ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഹരിയെ എന്തുകൊണ്ടോ സ്നേഹിക്കുന്നുണ്ട് സ്റ്റീഫൻ ആണ് പറയുന്നത്. അവൻ
ആ നടന്നു പോയ രീതി നോക്കുക, അതിനകത്ത് അവൻ്റെ ഉള്ളിൽ ദൈവമുണ്ട് ശരിക്കും. ഐ ലൈക്ക് ഹിം ഇൻ സം വേ, പക്ഷേ സംവെയർ എനിക്ക് ദൈവത്തിന് ആവശ്യമില്ല എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഈ ഒരുപാട് അതിനകത്തൊരു ഇമോഷണൽ ലെയേഴ്സ് ഉണ്ട്. അതുപോലെ അരുണയുടെ കഥാപാത്രമാണെങ്കിൽ അരുണ തുടക്കം മുതൽ ശരിക്ക് ഇയാളെ കൊലയ്ക്ക് കൊടുക്കാൻ അയച്ചത് ഞാനാണെന്ന് സീൻ്റെ അവസാനം പറയുന്നില്ലേ, ആ ഒരു മൂഡിലാണ് ഇരിക്കുന്നത്. ഞാൻ കാരണമാണ് അവൻ പോയത്, അല്ലെങ്കിൽ അവൻ പോയില്ലായിരുന്നു. അതിനിടയിലുള്ള ചില എന്താ പറയുക, ഒരു സാഡായിട്ടുള്ള സർക്കാസമാണ്. വെറുപ്പ് എന്നുള്ള വാക്ക് നിങ്ങൾ പറഞ്ഞ് കേൾക്കണമെന്ന് എനിക്കുണ്ട്. കാരണം ഹരിക്കതൊരിക്കലും പറയാൻ പറ്റില്ല. സോ ഇത്രയും ഒരു ഇമോഷണൽ ഡെപ്തും വേരിയേഷൻസൊക്കെ ഉള്ളതാണ്. ഐ വിഷ് യു ഹാഡ് ഗോൺ ത്രൂ ദ പ്ലേ ആൻഡ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ലിറ്റിൽ ബെറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിന് കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമായിരുന്നു എനിക്ക് തോന്നുന്നു. ബട്ട് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഐ തിങ്ക് യു ബ്രോട്ട് ദ ക്യാരക്ടേഴ്സ് ക്വൈറ്റ് ട്രൂ ടു ലൈഫ്. അരുണ നോക്കി നിൽക്കുന്നത് ഇറങ്ങിപ്പോയ ഹരിയാണ്. ബോംബെറിയാൻ ഇറങ്ങിപ്പോയ ഹരിയെ നോക്കി നിൽക്കുന്നത്. അതിനുശേഷമുള്ള നിങ്ങൾ തമ്മിലുള്ള 2 ലുക്സ്, അത് ആ ഒരു ബിൽഡപ്പ് വന്നില്ല. മനസ്സിലാവുണ്ടോ മനസ്സിലാവും? ആ ഒരു അവൻ പോയി, അപ്പം സ്നേഹമുണ്ട്, അവനോട് സ്നേഹമുണ്ട് എന്നുള്ളത്, അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ബിൽഡപ്പ് ആവുമായിരുന്നു തോന്നുന്നു. പിന്നെ സ്റ്റീഫൻ്റെ ഡെല്ലമ്മ എന്ന് പറയുന്നത്, അയാൾക്ക് ദേഷ്യമുണ്ട്, യുനോ, ഇത്രയും എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. അയാൾക്ക് സങ്കടമുണ്ട്, ദേഷ്യം. അവിടെ ഞാൻ പറഞ്ഞില്ല, അത് കുറേ കൂടി നമുക്ക് പ്ലേ ചെയ്യാമായിരുന്നു എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടിയൊക്കെ ബേസ്റ്റ് ഔട്ട് ഒരു ലെവലിലേക്ക് വരാമായിരുന്നു. ഈ ഇവിടുന്ന് അങ്ങോട്ട് രണ്ടാമത്തെ വെറുപ്പൊക്കെ പറഞ്ഞതിന് ശേഷമുള്ളത് ഹരിക്കിത് പറയാൻ പറ്റുമായിരുന്നില്ല എന്ന് പറയുന്നിടത്ത്, യുനോ, ഈ കൂടെ ബിറ്റ് മോർ ബേസ്റ്റ് ഔട്ട് ആവുമായിരുന്നു. അപ്പോൾ ആ ബേസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത് അയാൾക്ക് അയാളുടെ ആ സിറ്റുവേഷനോട് അങ്ങനെയുള്ള സിറ്റുവേഷനിലായതിൽ അയാൾക്ക് ഒരു പക്ഷേ സങ്കടം ഉണ്ടാവുമായിരിക്കും, ദേഷ്യമുണ്ട്. അങ്ങനെയുള്ളൊരു യുനോ മിക്സ്ചർ ഓഫ് സാധനങ്ങളാണ് അവിടെ വരേണ്ട. കുറച്ചുകൂടി വരാമായിരുന്നു തോന്നുന്നു. പിന്നെ ലാസ്റ്റ് ആ വെറുപ്പ് അതെന്ന് പറഞ്ഞേ, ശരിയാ, ഹരിക്കത് ഒരിക്കലും പറയാൻ കഴിയുമായിരുന്നില്ല. ആക്ച്വലി ഇവിടെ ഈ സീനിൽ നമ്മൾ കാണുന്ന അരുണയ്ക്ക് ഹരിയോടുള്ള ആ പ്രണയം എന്ന് പറയുന്ന ആ ഒരു വാക്കിലാണ് നമുക്ക് കിട്ടേണ്ടത്. കുറച്ചുകൂടി യുനോ അയാളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അയാളുടെ ഇഷ്ടം ഇവിടെ കാണിക്കാൻ പറ്റുള്ളൂ നമുക്ക്. മനസ്സിലായി ഞാൻ പറയേണ്ട അവൻ്റെ മനസ്സിലുണ്ടോ സുരഭിക്ക്? ആ റൊമാൻസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു വാക്കിലേ ഉള്ളൂ. ലാസ്റ്റ് മുസ്തഫ ഈ അരുണയുടെ ഒരു ഞാനാണ് ചെയ്തത്, നമ്മളാണ് അവനെ കൊന്നത് അല്ലേ, അതല്ലേ ഡയലോഗ്? ഞാനാണ് അവനെ കൊന്നത്, ഞാനാണ് അവനെ കൊന്നത്. ഇതിൽ ആക്ച്വലി എനിക്ക് തോന്നുന്നത് സ്റ്റീഫൻ അരുണെ തന്നെയാണ് നോക്കേണ്ടത്. ഇവർക്ക് എന്ത് പറ്റിയെന്നൊക്കെ ഉള്ള ലൈനില്ലേ, ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് ഔട്ട് അവിടെ നിങ്ങൾ സെപ്പറേറ്റ് ആയിപ്പോയി. എനിവേ നന്നായിരുന്നു, രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. മുസ്തഫയുടെ ആ വെറുപ്പെന്ന് പറയിക്കുന്നുണ്ടല്ലോ സുരഭിയുടെ മൊത്തത്തിൽ എനിക്ക് തോന്നിയ എന്താണെന്നറിയോ, ആ ലാസ്റ്റ് ആ ബേസ്റ്റ് ഔട്ട് വന്നില്ലേ, അതിൻ്റെ ആ ഒരു ആ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഹരിയെ ഞാനാണ് കാരണക്കാരി, ഞാനാണ് പറഞ്ഞയച്ചെന്നുള്ള. അപ്പോൾ ആദ്യം മുതൽ കുറച്ചുകൂടെ ഒരു ഇതിലിരുന്നിരുന്നെങ്കിൽ ആ ഫൈനൽ ബേസ്റ്റിംഗ് ഇനിയും കുറച്ചുകൂടെ വരുമായിരുന്നു. അത് കുറേയും കൂടെ നന്നാക്കായിരുന്നു ആ ബോംബ് ബ്ലാസ്റ്റ് കേട്ടതിന് ശേഷമുള്ളത്. സോ അത് ബിഗിനിങ്ങിലെ അത് ഇനിയും നന്നായിട്ടിരുന്നെങ്കിൽ ഇതിൻ്റെ ആ ഫൈനൽ ഔട്ട് ബേസ്റ്റ് കുറച്ചുകൂടെ ഭംഗിയാക്കി കിട്ടുമായിരുന്നു അത്. അതർവൈസ് ആസ് എ ഹോൾ ഇറ്റ് ഈസ് വെരി ഗുഡ്.